10-15 ലക്ഷം രൂപ എന്തായാലും വേണം. അപ്പം അതിനനുസരിച്ച് ഞാനൊരു KSF ചിട്ടി കൂടി. കൂടിയവരെല്ലാവരും പറഞ്ഞു കൂടരുത്, കാശ് കിട്ടാനായിട്ട് പാടാണ്, നഷ്ടമാണ് എന്നെല്ലാം പറഞ്ഞു. പക്ഷെ ഞാൻ കൂടിയത് മൾട്ടി ഡിവിഷൻ ചിട്ടിയായിരുന്നു. മൾട്ടി ഡിവിഷൻ എന്ന് പറയുമ്പം ഇപ്പം മൾട്ടി ഡിവിഷനകത്ത് സാധാരണ വരുന്നത് 4 കുറിയാണ്. അതായത് 20 ലക്ഷത്തിൻ്റെ ഒരു ചിട്ടിയാണെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും 4 പേർക്ക് കൊടുക്കും ആ 20 ലക്ഷം. 20 ലക്ഷം അല്ല, എത്രയാണ് വിളി വരുന്നത്. അപ്പം 4 പേരിൽ ഒരാൾക്ക് ഫുൾ എമൗണ്ട് കൊടുക്കും. അതായത് അവരുടെ കമ്മീഷൻ കഴിഞ്ഞിട്ടുള്ള ഫുൾ എമൗണ്ട് കൊടുക്കും. ഞാൻ ആലോചിച്ച് ഇത്രയേ ഉള്ളൂ, വല്ല കാരണവശാൽ ലക്കിൽ ആ ഒരു കുറി എനിക്ക് വീണ് കഴിഞ്ഞാൽ ആ ഫുൾ എമൗണ്ട് എനിക്ക് കിട്ടും. അപ്പം 10 ലക്ഷത്തിൻ്റെ ആണെങ്കിൽ 9.5 ലക്ഷവും നമ്മുടെ കയ്യിലേക്ക് കിട്ടും. അപ്പം മൊത്തം അടവ് വരുന്നത് ഏകദേശം 8.5 സാധാരണ രീതി വരാറുള്ളൂ. അങ്ങനെ വരുമ്പോൾ തന്നെ 1 ലക്ഷം അത്ര ഡീറ്റെയിൽ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തില്ല, എന്നാലും ആ 9.5 ലക്ഷം അടവ് വരത്തില്ല. പിന്നെയുള്ളൊരു അഡ്വാൻറ്റേജ്, ഞാനിപ്പോൾ ലോൺ എടുത്ത് കഴിഞ്ഞാലും എൻ്റെ ഒരു മാസത്തെ അടവ് എന്തെങ്കിലും കാരണവശാൽ ജോലി പോവോ എന്തെങ്കിലും ചെയ്ത് ലോൺ അടവ് വന്നില്ലെങ്കിൽ എൻ്റെ സിവിൽ സ്കോർ അവിടെ കട്ടാവും. പക്ഷേ KSFക്ക് അങ്ങനെ ഒരു